ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു വശത്ത് സർക്കാരിന്റെ നമ്പർ 1 തള്ളലുകൾ, മറുവശത്ത് ശമ്പളവും പെൻഷനും കൊടുക്കാൻ പണമില്ലാതെ നെട്ടോട്ടം ഓടുന്ന ഒരു ഖജനാവ്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് ഒരു ചോദ്യം ചോദിച്ചത്. കേന്ദ്ര സർക്കാർ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന്. ചില നേതാക്കൾ അത് കൊള്ളയടിക്കുകയാണോ എന്ന് ചോദിച്ചു. സത്യത്തിൽ ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല, ഓരോ മലയാളിയുടെയും ആശങ്കയാണ്. പക്ഷേ നമ്മുടെ മുൻ ധനമന്ത്രി തോമസ് ഐസക് ഇതിന് മറുപടി നൽകിയത് എങ്ങനെയാണെന്ന് അറിയാമോ? ഉടനെ തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, കുറച്ച് ഷീൽഡും അവാർഡ് സർട്ടിഫിക്കറ്റും കാണിച്ച്. ഞങ്ങൾക്ക് ഇത്രയും അവാർഡ് ഉണ്ടല്ലോ, പിന്നെ ഞങ്ങൾ എങ്ങനെ കൊള്ളക്കാരാകുമെന്ന്. ഐസക് സാറേ, അവാർഡുകൾ നിരത്താൻ ആർക്കും പറ്റും, പക്ഷേ മോദി ചോദിച്ചത് പണത്തെക്കുറിച്ചാണ്. ആ പണം എവിടെ പോയി എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഈ അവാർഡ് ഷീൽഡുകളുടെ പിന്നിലൊളിക്കുന്നത്? നമുക്ക് ചുറ്റുമുള്ള യാഥാർത്ഥ്യം ഒന്ന് നോക്കാം. KSRTC ജീവനക്കാർക്ക് ശമ്പളമില്ല, പാവപ്പെട്ടവർക്ക് മാസങ്ങളായി ക്ഷേമ പെൻഷനില്ല, സപ്ലൈകോയിൽ സാധനങ്ങളില്ല. ഇങ്ങനെ കേരളം കടക്കെണിയിൽ മുങ്ങിയിരിക്കുകയാണ്. ഈ പണമൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് അവകാശമില്ലേ? കേന്ദ്ര ഫണ്ടുകൾ കൃത്യമായ വഴിയിലൂടെയാണോ നീങ്ങുന്നതെന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്രത്തിനുണ്ട്. അത് ചോദിക്കുമ്പോൾ വിവേചനം എന്ന് പറഞ്ഞ് കരയുന്നതിലും അവാർഡുകൾ കാണിക്കുന്നതിലും എന്തർത്ഥമാണുള്ളത്? കയ്യിൽ കണക്കുകൾ വ്യക്തമാണെങ്കിൽ അത് മോദിയുടെ മുഖത്ത് നോക്കി കാണിക്കണമായിരുന്നു. അതിന് സാധിക്കാത്തത് കൊണ്ടാണ് ഈ അവാർഡ് കളി. അവാർഡ് കിട്ടിയാൽ ഖജനാവിലെ ഓട്ട അടയുമോ ഐസക് സാറേ? ഐസക് സാർ പറയുന്ന ആ അവാർഡ് ലിസ്റ്റ് ഒന്ന് നോക്കൂ. ആരോഗ്യ സൂചികയിൽ 1ാമത്, വിദ്യാഭ്യാസത്തിൽ 1ാമത്. സാറേ, അവാർഡ് കിട്ടിയാൽ അഴിമതി അലക്കി വെളുപ്പിക്കാമെന്ന് ഏത് സാമ്പത്തിക ശാസ്ത്രത്തിലാണ് പറയുന്നത്? നീതി ആയോഗിന്റെ അവാർഡ് കിട്ടിയത് കൊണ്ട് ലൈഫ് മിഷനിലോ മാസപ്പടി വിവാദത്തിലോ അഴിമതി നടന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം നടക്കുന്നത് ഇവിടുത്തെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഇടുക്കുകൊണ്ടായിരിക്കാം. അതിനെ ഭരണാധികാരികളുടെ കൊള്ളയ്ക്ക് മറയാക്കുന്നത് എന്ത് കഷ്ടമാണ്. കേന്ദ്രം പണം നൽകുന്നു, ആ പണം ഉപയോഗിച്ച് താഴെത്തട്ടിൽ പണി നടക്കുന്നു. അതിന് കേന്ദ്രം തന്നെ അവാർഡ് നൽകുന്നു. പക്ഷേ ആ പണത്തിൽ നിന്ന് നേതാക്കളുടെ കീശയിലേക്ക് എത്ര ചോരുന്നു എന്നാണ് മോദി ചോദിച്ചത്. അതിന് മറുപടി പറയാതെ പഴയ പ്രോഗ്രസ് കാർഡ് കാണിക്കുന്നത് വെറും തമാശയാണ്. കേരളത്തിന്റെ കടബാധ്യതാ റെക്കോർഡുകൾ ഭേദിക്കുമ്പോൾ അടുത്ത മാസത്തെ ശമ്പളത്തിന് എന്ത് ചെയ്യുമെന്ന് ആകുലപ്പെടുമ്പോൾ ഐസക് സാർ ഈ വീരവാദം മുഴക്കുകയാണ്. ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരന്തബാധിതരെ പോലും രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കാൻ സാർ ശ്രമിക്കുകയാണ്. കേന്ദ്ര സഹായം നൽകുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അത് പാലിക്കാതെ വെറുതെ ബഹളം വെക്കുന്നത് സ്വന്തം വീഴ്ചകൾ മറയ്ക്കാനാണ്. അഴിമതി കുറഞ്ഞ സംസ്ഥാനം എന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പിന്നെ എന്ത് കൊള്ളയും നടത്താമെന്നാണോ സാർ കരുതുന്നത്? പണം തരുന്നവരെ ചീത്ത വിളിക്കുകയും പണം വന്ന വഴി ചോദിക്കുമ്പോൾ അതേ മോദി തന്ന സർട്ടിഫിക്കറ്റ് കാണിച്ച് ഞങ്ങൾ പുലികളാണെന്ന് പറയുകയും ചെയ്യുന്ന ഈ രീതി ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കണക്കില്ലാത്തത് കൊണ്ടല്ലേ അവാർഡ് പറഞ്ഞ് പിന്മാറാൻ നോക്കുന്നത്? ഇതെല്ലാവർക്കും അറിയാം. കേരളം ഇപ്പോൾ ശരിക്കും നമ്പർ 1 ആണ്. പക്ഷേ അത് വികസനത്തിലാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടും. എന്നാൽ കടം വാങ്ങുന്ന കാര്യത്തിലാണോ എന്ന് ചോദിച്ചാൽ സംശയമേ വേണ്ട. നമ്മൾ ലോകോത്തര നിലവാരത്തിലാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രി തോമസ് ഐസക്കും ഇപ്പോഴത്തെ ധനമന്ത്രി KN ബാലഗോപാലും ചേർന്ന് കേരളത്തെ ശരിക്കും ഒരു പ്രത്യേക രീതിയിൽ നമ്പർ 1 ആക്കിയിട്ടുണ്ട്. കടം വാങ്ങി നാട് മുടിക്കുന്ന കാര്യത്തിൽ ഈ മൂവർ സംഘത്തെ വെല്ലാൻ വേറെ ആരുണ്ട്? ഐസക് സാർ തുടങ്ങിവെച്ച കിഫ്ബിയും വിദേശ കടമെടുക്കലും ബാലഗോപാൽ ഏറ്റെടുത്തു. പിണറായി വിജയൻ ആകട്ടെ ഇതിനെല്ലാം മുകളിൽ നിന്ന് ഇരട്ടച്ചങ്കനായി ആശീർവാദവും നൽകി. ഇതിന്റെ ഫലം എന്താണെന്നറിയാമോ? KSRTC ജീവനക്കാർക്ക് ശമ്പളമില്ല, പാവപ്പെട്ടവർക്ക് മാസങ്ങളായി പെൻഷനില്ല, സപ്ലൈകോയിൽ സാധനങ്ങളില്ല. ഇങ്ങനെ കേരളം കടക്കിണിയിൽ മുങ്ങി ശ്വാസം മുട്ടുമ്പോൾ ഇവർ 3 ആൾക്കും കൂടി കേരളത്തിന്റെ കടത്തിന്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നതാണോ ആ വലിയ നമ്പർ 1 നേട്ടം? നിങ്ങൾ ഒന്നുകൂടെ ഐസക് സാർ ഫേസ്ബുക്കിൽ നിരത്തിയിരുന്ന ആ അവാർഡ് ലിസ്റ്റ് ഒന്ന് നോക്കണം. നീതി ആയോഗിന്റെ ആരോഗ്യ സൂചികയിൽ 1ാമത്, വിദ്യാഭ്യാസത്തിൽ 1ാമത്, ശുചിത്വ സർവേയിൽ മുൻപിൽ. ലിസ്റ്റ് കണ്ടാൽ തോന്നും കേരളത്തിൽ അഴിമതിയേ ഇല്ല എന്ന്. ഒരു കാര്യം പറയട്ടെ, ഈ അവാർഡുകളൊക്കെ കേരളത്തിന് കിട്ടുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ നഴ്സുമാരും ടീച്ചർമാരും ശുചീകരണ തൊഴിലാളികളും വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അല്ലാതെ ഭരണാധികാരികൾക്ക് അഴിമതി നടത്താനുള്ള ലൈസൻസ് അല്ല ഈ അവാർഡുകൾ. കേന്ദ്ര സർക്കാർ പണം നൽകുന്നു, ആ പണം ഉപയോഗിച്ച് താഴെ തട്ടിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരും നാട്ടുകാരും പണിയെടുക്കുന്നു. അതിന് കേന്ദ്രം തന്നെ അവാർഡ് നൽകുകയാണ്. ഇതിനിടയിൽ ഈ പണം എങ്ങോട്ടേക്ക് വകമാറ്റുന്നു എന്ന് ചോദിക്കുമ്പോൾ പഴയ ഷീൽഡ് കാണിച്ച് വായടുപ്പിക്കാൻ നോക്കുന്നത് എന്ത് കഷ്ടമാണ്. മോദി പറഞ്ഞത് കൃത്യമാണ്. പണം വരുന്നുണ്ട്, പക്ഷേ അത് അർഹതപ്പെട്ട സാധാരണക്കാരന്റെ കയ്യിലാണോ എത്തുന്നത് എന്നാണ് ചോദ്യം.
അവാർഡ് കിട്ടിയാൽ പിന്നെ എന്ത് കൊള്ളയും നടത്താം, ഇതാണ് ഇവരുടെ വിചാരം. ഇനി നോക്കൂ, തൊഴിലുറപ്പ് പദ്ധതിയിലെ നേട്ടത്തെക്കുറിച്ചാണ് ഐസക് സാറിന്റെ തള്ളൽ. കേരളത്തിൽ 38% പേർക്ക് 100 ദിവസം ജോലി കിട്ടിയത്രേ. ഇന്ത്യയിൽ ഇത് വെറും 7% സാർ പറയുന്നു. കൊള്ളാം, നല്ല കാര്യം തന്നെ. പക്ഷേ സാറേ, ആ പാവപ്പെട്ടവർക്ക് കൂലി കൊടുക്കാനുള്ള പണം കൃത്യസമയത്ത് ഡൽഹിയിൽ നിന്ന് അയച്ചു തരുന്നത് ഇതേ നരേന്ദ്രമോദി സർക്കാരാണെന്ന് പറയാൻ സാറിന് സൗകര്യപൂർവ്വം മറന്നുപോവുകയാണ്. മോദി ചോദിച്ചത് സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചാണ്. ഐസക് സാർ മറുപടി പറയുന്നതോ പഴയ പ്രോഗ്രസ് കാർഡ് കാണിച്ചും. അവാർഡ് കിട്ടിയാൽ പിന്നെ എന്തും ചെയ്യാമെന്ന പുതിയ സിദ്ധാന്തം ഏത് പുസ്തകത്തിലാണ് നിങ്ങൾ വായിച്ചത്? കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങും, അത് സ്വന്തം പാർട്ടിക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും വീതം വെച്ചു കൊടുക്കും. എന്നിട്ട് അതിന്റെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയെന്ന് പറഞ്ഞ് അഹങ്കരിക്കും. സ്വന്തം ആളുകൾ നടത്തുന്ന ഓഡിറ്റിംഗിൽ പിന്നെ 1-ാം സ്ഥാനത്തല്ലാതെ 10-ാം സ്ഥാനമാണോ കിട്ടുക? ഈ നമ്പർ 1 ലേബൽ ഒട്ടിച്ച് എത്ര കാലം ഇങ്ങനെ അഴിമതി ഒളിപ്പിക്കാൻ പറ്റും? പണം തരുന്നവനെ ചീത്ത വിളിക്കുകയും അവൻ തരുന്ന സർട്ടിഫിക്കറ്റ് കാണിച്ച് ഞങ്ങൾ പുലികളാണെന്ന് പറയുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പിന് ഒരു സ്പെഷ്യൽ അവാർഡ് കൂടി കൊടുക്കണം. സർവകലാശാലകൾക്ക് A+ കിട്ടിയതിനെ കുറിച്ചാണ് അടുത്ത വലിയ തള്ളൽ. ഗവർണറുമായി എന്നും തല്ലുകൂടി സർവകലാശാലകളെ രാഷ്ട്രീയ താവളങ്ങളാക്കാൻ നോക്കുന്നവർക്ക് ഇപ്പോൾ റാങ്ക് കാണിച്ച് വോട്ട് പിടിക്കാൻ നോക്കുകയാണ്. കേരളത്തിലെ കുട്ടികൾ പഠിച്ച് പാസ്സാവുന്നത് അവരുടെ മിടുക്കുകൊണ്ടാണ്. മികച്ച 100 കോളേജുകളിൽ കേരളം ഉണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അവിടുത്തെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമാണ്. പക്ഷേ നമ്മൾ കണ്ടതാണ് ഫോണിലും AI ക്യാമറയിലും നടന്ന പുകിലുകൾ. ഇതൊക്കെ അഴിമതിയല്ലായിരിക്കാം. ഐസക് സാറിന്റെ ഭാഷയിൽ വെറും സാങ്കേതിക പിഴവുകൾ മാത്രമായിരിക്കും അത്. പ്രധാനമന്ത്രി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അവാർഡുകളുടെ പിന്നിൽ ഒളിക്കുകയാണ് സാർ ചെയ്യുന്നത്. ആരോഗ്യ സൂചികയിൽ 1-ാമതായതുകൊണ്ട് ലൈഫ് മിഷനിലോ മാസപ്പടി വിവാദത്തിലോ അഴിമതി നടക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. തോമസ് ഐസക് സാറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു പരാജയപ്പെട്ട തിരക്കഥയാണ്. പ്രധാനമന്ത്രി അടിച്ചത് കൃത്യമർമ്മത്തിനാണ്. ആ വേദന സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴാണ് കയ്യിൽ കിട്ടിയ അവാർഡുകളൊക്കെ എടുത്ത് സാർ ഇപ്പോൾ അമ്മാനമാടുന്നത്. അവാർഡുകൾ അഴിമതിക്കുള്ള മറയല്ല. കേരളത്തിലെ ജനങ്ങൾ അത്ര നിഷ്കളങ്കരല്ല. കൊള്ളയടിക്കുന്നവരും അത് മൂടിവെക്കാൻ അവാർഡ് നിരത്തുന്നവരും ആരാണെന്ന് അവർക്ക് കൃത്യമായി അറിയാം. നമുക്ക് കാര്യങ്ങൾ ഒന്നും കൂടി കൂട്ടി വായിക്കാം. ഐസക് സാർ തുടങ്ങി വെച്ച ആ കടം വാങ്ങൽ വിദ്യ ഇപ്പോൾ ബാലഗോപാൽ സാറിലൂടെയും മുഖ്യമന്ത്രി പിണറായി വിജയനിലൂടെയും കടന്നു പോകുമ്പോൾ കേരളം എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഓരോ മലയാളി കുഞ്ഞും ജനിച്ചു വീഴുന്നത് ലക്ഷ്യങ്ങളുടെ കടക്കിടിയിലേക്കാണ്. വികസനം എന്ന പേരിൽ കിഫ്ബിയുണ്ടാക്കി വിദേശത്ത് നിന്ന് വലിയ പലിശയ്ക്ക് പണം കടമെടുത്തു. ഇന്ന് ആ പലിശ തിരിച്ചടയ്ക്കാൻ വീണ്ടും കടമെടുക്കേണ്ടി വരുന്ന ഗതികേടിലാണ് നമ്മുടെ കേരളം. സാധാരണക്കാരൻ കടം വാങ്ങുന്നത് വീടുണ്ടാക്കാനോ കുട്ടികളെ പഠിപ്പിക്കാനോ ആണ്. പക്ഷേ നമ്മുടെ സർക്കാരോ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും വായ്പയെടുക്കുന്നു. എന്നിട്ട് കേന്ദ്രത്തോട് കണക്ക് ചോദിക്കാൻ പാടില്ലെന്ന് പറയുന്നത് എന്ത് മര്യാദയാണ്? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചോദിച്ചത് രാഷ്ട്രീയമല്ല, മറിച്ച് ഈ സാമ്പത്തികയെ കുറിച്ചാണ്. അതിന് മറുപടിയായി അവാർഡുകൾ കാണിച്ച് കയ്യടി വാങ്ങാൻ നോക്കുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ്. പിണറായി വിജയനും ഐസക്കും ബാലഗോപാലും ചേർന്ന് കേരളത്തെ ശരിക്കും നമ്പർ 1 ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് വികസനത്തിലല്ല, മറിച്ച് അടുത്ത മാസം എങ്ങനെ ജീവിക്കുമെന്നോർത്ത് പേടിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിച്ചതിലാണ്. KSRTC ഡ്രൈവർക്കും കണ്ടക്ടർക്കും ശമ്പളം കിട്ടാത്തപ്പോൾ പാവപ്പെട്ട വിധവയ്ക്ക് പെൻഷൻ മുടങ്ങുമ്പോൾ ആരുടെ മുന്നിലേക്കാണ് ഐസക് സാർ ഈ അവാർഡ് ഷീൽഡുകൾ കാണിക്കുന്നത്? ആ അവാർഡുകൾ കണ്ട് ആരുടെയെങ്കിലും വയറു നിറയുമോ? കണക്കില്ലാത്തത് കൊണ്ടാണ് അവാർഡ് പറഞ്ഞ് പിന്മാറാൻ നോക്കുന്നത് എന്ന് ഈ കൊച്ചു കേരളത്തിലെ എല്ലാവർക്കും അറിയാം. വിചാരണയിൽ നിന്ന് ഒളിച്ചോടാൻ അവാർഡുകൾ മതിയാവില്ല. ഓരോ പൈസയ്ക്കും ഉത്തരം പറയേണ്ട കാലം വരും. മോദി ചോദിച്ച ആ ചോദ്യം ഓരോ മലയാളിയും ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.